കന്നിമൂല താന്ന ഭൂമിയാണെങ്കിലോ അവിടെ സമ്പത്ത് നിൽക്കത്തില്ല. ആദ്യം നോക്കേണ്ടത് ഇത് ദിക്കിലെ വീടാണോ. ദിക്കിലെ വീടാണെങ്കിൽ എടുക്കുക. കന്നിമൂല ഭാഗത്ത് ബെഡ്റൂം വന്നിട്ടുണ്ടോ നോക്കണം. അഗ്നികോണിലാണോ അടുക്കളയിൽ നോക്കണം. തെക്കു പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നുകൂടാ. ഈശാനകോണ് താന്ന ഭൂമിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് സുരേഷ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാർ 20 വർഷത്തിലേറെ ഈ ഇതിൽ നിൽക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇപ്പോൾ സാറിന് ആദ്യമായിട്ട് ഒരാൾ കൺസൾട്ട് ചെയ്യാൻ വരികയാണ്. അയാൾ ചോദിക്കുകയാണ്, സാർ ഞാനൊരു വീട് മേടിക്കാൻ പോകുന്നു, അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ സാർ എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, സാറേ ഞാനത് വാങ്ങിച്ച വീടാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ച വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു വീട് അവർ യഥാർത്ഥത്തിൽ വാങ്ങിക്കുകയും ചെയ്യരുതായിരുന്നു. അപ്പോൾ ഇവർ ആദ്യമേ വാങ്ങിക്കുന്ന മുമ്പേ ഒരാളിനെ കാണിച്ചിട്ട്, ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൺസൾട്ടന്റ് തന്നെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഒരു വീട് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ എപ്പോഴായാലും ഒരു കൺസൾട്ടനെ കാണിച്ചതിന് ശേഷം മാത്രം നോക്കുക. അത് വാസ്തുവും ഫെങ്ഷും കൂടെ അറിയാവുന്ന ഒരാളിനെ കാണിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൽ പുറമേ ഉള്ള ചില കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഫെങ്ഷുവിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നക്ഷത്രങ്ങളും കൂടെ വരും. ഇപ്പൊ പുറമേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിന്റെ നക്ഷത്രങ്ങളെ പറ്റി, രണ്ടിനെ പറ്റി ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ വസ്തുവിനകത്ത് ആദ്യം വീടിനെ പറ്റി പറയാം. ഈ വസ്തുവിൽ എവിടെ വീട് വിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പം ആ ഈ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം. ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാതെയാണ് ഇദ്ദേഹം ഈ വീട് പണിഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീടിന് വാസ്തുദോഷം. കാരണം ആകെ 4 മൂലകൾ. ഇപ്പൊ 8, 9, 10, 12 മൂലകളുള്ള വീടുകളുണ്ട്. മനസ്സിലായില്ലേ? ആകെ 4 മൂലകളെ വീടിന് കാണാവൂ. അപ്പൊ അതൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ്, അതിനകത്തായിരിക്കണം ആ വീടിന്റെ മറ്റു മുറികളെല്ലാം വരേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? വസ്തുവിൽ എവിടെ വീടിരിക്കുന്നു. രണ്ടാമത്തത് അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പം വീടിന്റെ ഷേപ്പ്. ഇനി അടുത്തത് ഇതിന്റെ കന്നിമൂല എവിടെ. ആ കന്നിമൂല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ഇപ്പൊ ഒരുപാട് പേർക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്ക് കറക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ തെക്ക് കിഴക്ക്, അതായത് വിധിക്കെന്ന് പറയും, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന വീടുകളെ വിധിക്കിലെ വീടുകൾ എന്ന് പറയും. അതായത് ദിക്കുമുണ്ട് വിധിക്കുമുണ്ട്. ദിക്കെന്ന് പറയുന്നത് 4 എണ്ണം, മഹാദിക്കൾ എന്നാണ് അതിന് പറയുന്നത്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇത് 4 മഹാദിക്കുകളാണ്. ഇനി തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന ഒരു കോർണർ ഉണ്ട്, അതിനെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയും. ഇത് കന്നിമൂല. വടക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്നത് വടക്ക് പടിഞ്ഞാറ്, വായുകോണ്. തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്നത് തെക്ക് കിഴക്ക്, അഗ്നികോണ്. വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്നത് വടക്ക് കിഴക്ക്, ഈശാനകോണ്. അപ്പൊ ഇതിനെയാണ് മൂലകൾ എന്ന് പറയുന്നത്. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ മൂലകൾ ദിക്കുകളിലേക്കും ദിക്കുകൾ മൂലകളിലേക്കും പോകും. അതിനെ വിധിക്കിലെ വീടുകൾ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ റോഡ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനെ ഫേസ് ചെയ്തുകൊണ്ട് വീട് വെക്കും. അവര് ദിക്ക് നോക്കില്ല. ചിലപ്പോൾ ഒരുപക്ഷെ 5 സെന്റോ 3 സെന്റോ കാണത്തുള്ളൂ. ദിക്ക് നോക്കി വെക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇത് ദിക്കിലെ വീടാണോ. ദിക്കിലെ വീടാണെങ്കിൽ എടുക്കുക. ദിക്കിലെ വീടല്ല വിധിക്കിലെ വീടാണെങ്കിൽ അത് നിങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുക. ഏതൊക്കെ നമ്പറുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നു. വീടിനെ കറക്റ്റ് 8ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിന്റെ ദിക്കുകളിൽ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ടോയ്ലറ്റോ അടുക്കളയോ കയറിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ടും അതിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ദിക്കും വിധിക്കും നോക്കണം, സ്ക്വയർ റെക്ടാങ്കിൾ ആണോ നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് ബെഡ്റൂം വന്നിട്ടുണ്ടോ നോക്കണം. പിന്നെ അടുക്കളയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥാനം അഗ്നികോൺ, പേരിൽ തന്നെ ഉണ്ട് അഗ്നി. ആ അഗ്നികോണിലാണോ അടുക്കളയിൽ നോക്കണം. അഗ്നികോണിൽ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറാണെങ്കിലും നമുക്ക് തന്നെ എടുക്കാം. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഇനി ടോയ്ലറ്റുകൾ ഏതൊക്കെ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കണം. തെക്കു പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നുകൂടാ. വീടിന്റെ ഏത് ദിക്കിൽ ടോയ്ലറ്റ് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം പോകും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. ഇപ്പൊ തെക്കു പടിഞ്ഞാറ് പറയുന്നത് വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്ക്. അപ്പൊ അവിടെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എർത്ത് എലമെന്റ് ഉണ്ട്, ഗൃഹനാഥയുടെ ദിക്കാണ്. അപ്പൊ അവിടെ നമ്മളൊരു ടോയ്ലറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആരുടെ ദിക്കാണെന്ന് നോക്കുമ്പോൾ ഗൃഹനാഥയുടെ ദിക്കാണ്. അപ്പൊ ഇത് ടോയ്ലറ്റ് കൊണ്ട് വന്നപ്പോൾ ഈ ദിക്ക് മലിനപ്പെട്ടു പോയി. കാരണം ഈ ദിക്കിന്റെ സൗഭാഗ്യം കുറഞ്ഞു. ഓരോ ദിക്കിനും ഓരോ സൗഭാഗ്യം ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷുയുടെ റൂള്. അപ്പൊ ആ തെക്ക് പടിഞ്ഞാറൊരു സൗഭാഗ്യമുണ്ട്, ഗൃഹനാഥയുടെ ദിക്കും വിവാഹത്തിന്റെ ദിക്കുമായി തെക്ക് പടിഞ്ഞാറിനെ കണക്കാക്കുന്നു. അപ്പൊ അവിടെ ഇതുപോലെ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ ടോയ്ലറ്റ്, മിസ്സിങ്,
പിന്നെ അതുപോലെ തന്നെ കിച്ചൺ, ഇതൊക്കെ വരുമ്പോൾ ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വന്നപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം മലിനപ്പെടുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ആരെ ബാധിച്ചു? ഗൃഹനാഥയെ ബാധിച്ചു. അപ്പോൾ അവിടുത്തെ എലമെന്റ് ഏതാണെന്ന് നോക്കും. എലമെന്റ് എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ ഈ എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഫയർ കൊടുക്കാം. ഫയർ എന്തുകൊണ്ട് സപ്പോർട്ട് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എലമെന്റിനെ നന്നാക്കാനും നശിപ്പിക്കാനും പറ്റുന്ന മറ്റ് എലമെന്റുകളുണ്ട്. അപ്പോൾ എർത്ത് എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് എർത്തിന് പറ്റും. ഒരു സ്ഥലത്ത് ക്രിസ്റ്റൽ എർത്തിരിക്കുന്നു, അവിടെ കൂടുതൽ എർത്ത് കൊണ്ട് വെച്ചാൽ എർത്ത് കൂടുതൽ സ്ട്രോങ് ആവും. അതേ സ്ഥലത്ത് തന്നെ അവിടെ നമ്മൾ ഫയർ കൊണ്ട് വെച്ചാലും ഇത് സ്ട്രോങ് ആകുമെന്നാണ് ഫെങ്ഷുയുടെ നിയമം. അപ്പം എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ആയിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്ന ഏതാണ്? ഫയർ എലമെന്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നു, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും തെക്ക് പടിഞ്ഞാറിന്റെ സൗഭാഗ്യം കുറയും. അപ്പോൾ നിങ്ങൾക്ക് വീടിന്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാം. എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ? കാരണം അവിടുത്തെ എലമെന്റ് എർത്ത് എലമെന്റ് ആണ്. ആ എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഫയർ എലമെന്റ് ആണ്. അപ്പോൾ എർത്ത് എലമെന്റ് അവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ സ്വാഭാവികമായും വീക്കായി. അപ്പോൾ ഫയർ എലമെന്റ് കൊടുത്തുകൊണ്ട് ആ ദിക്കിനെ സ്ട്രോങ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വസ്തു ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഓൾറെഡി. അപ്പൊ നമ്മൾ 1-2 കാര്യങ്ങളോടെ പറഞ്ഞോട്ടെ. ഏതൊക്കെ ഭാഗത്ത് ടോയ്ലറ്റ് വന്നുകൂടാന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നുകൂടാ, അതുപോലെ തന്നെ നമുക്ക് ഈശാന കോണിൽ വന്നുകൂടാ, അതുപോലെ തന്നെ അഗ്നികോണിൽ വന്നുകൂടാ. അപ്പൊ ഈ 3 ഭാഗത്തും ഒരു കാരണവശാലും ടോയ്ലറ്റ് വരുന്നത് നല്ലതല്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെങ്ഷു പ്രകാരം അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലത്ത് വന്നാലും ഫെങ്ഷു പ്രകാരം അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും പരമാവധി വളരെ പ്രധാനപ്പെട്ട 3 ദിക്കുകളാണ് ഈ 3 ദിക്കുകൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദിക്കുകളിൽ ടോയ്ലറ്റ് വരുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ദിക്കുകളിൽ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് നോക്കുക. വീടിന്റെ സ്ഥാനം നോക്കി, വീടിന്റെ ഷേപ്പ് നോക്കി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോയ്ലറ്റിന്റെ കാര്യം നോക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇപ്പൊ വീടിന്റെ അകത്ത ഏകദേശ കാര്യങ്ങളായി. ഇനി ഒരു മെയിൻ കാര്യം, പ്രധാന ഡോർ എവിടെ വന്നിരിക്കുന്നു നോക്കുക. മനസ്സിലായില്ലേ? പ്രധാന ഡോർ വന്നിരിക്കുന്നു നോക്കുമ്പോൾ 2 രീതിയിലാണ് ഈ ഡോറിന്റെ സ്ഥാനം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഒന്ന്, വാസ്തുപ്രകാരം ഉച്ച നീച്ചങ്ങളിലാണോ എന്ന് നോക്കാം. എന്താണ് ഉച്ചവും നീച്ചവും എന്നുള്ള പറഞ്ഞുതരാം. ഒരു വീടിനെ എടുക്കുമ്പോൾ വീടിനെ കറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് മൂലയിലുള്ള നീളമെടുത്ത് പകുതിയിൽ നിന്നും ഈ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഉച്ചം. അപ്പൊ അങ്ങനെ 4 സൈഡിൽ ഉച്ച നീച്ചങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കുന്നവർക്ക് അതൊരു ആവർത്തന വിരസതയായി തോന്നും. അപ്പൊ അതുകൊണ്ട് ഉച്ച സ്ഥാനങ്ങളിൽ ഡോറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വീടിന്റെ ഉച്ച സ്ഥാനത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ഡോറിന്റെ സ്ഥാനം നോക്കണം, ബെഡ്റൂമിന്റെ നോക്കണം, അതുപോലെ തന്നെ ടോയ്ലറ്റിന്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കണം. വസ്തുവിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഗേറ്റ് എവിടെ വന്നിരിക്കുന്നു, ഈ ഭൂമിയുടെ ചരിവുകൾ എങ്ങോട്ടാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈശാനകോണ് താഴ്ന്ന ഭൂമിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേസമയം കന്നിമൂല താഴ്ന്ന ഭൂമിയാണെങ്കിലോ അവിടെ സമ്പത്ത് നിൽക്കത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കന്നിമൂല ഉയർന്നു നിൽക്കണം. മനസ്സിലായില്ലേ? വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നു നിൽക്കണമെന്നാണ് വാസ്തു നിയമം. അപ്പൊ അതുകൊണ്ട് ആ വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നു നിൽക്കുകയും കന്നിമൂല പൊങ്ങി നിൽക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ അടുത്ത സമയത്ത് ഒരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീടിന്റെ കന്നിമൂല താന്നാട്ടാണ് നിൽക്കുന്നത്. കന്നിമൂല ഒരു താഴ്വാരം പോലെ അങ്ങ് ഇടിഞ്ഞ് താന്ന് കിടക്കുകയാണ്. എത്ര പൈസ വന്നാലും അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ജോലിയുള്ളവരാണ്, 2 പേർക്കും നല്ല സാലറി ഉള്ളവരാണ്. പക്ഷെ എത്ര രൂപ വന്നാലും അവരുടെ കയ്യിൽ 10 പൈസ നിൽക്കുന്നില്ല. ഈ കന്നിമൂല താന്ന് കിടക്കുന്നതാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പം ഗേറ്റസ്ഥാനം, നമ്മൾ വീട്ടിന്റെ ഡോർ എങ്ങനെ പറഞ്ഞു അതുപോലെ ഉച്ചത്തിലായിരിക്കണം ഗേറ്റിന്റെ സ്ഥാനം. ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ, കിണർ മീനൻ രാശിയിൽ തന്നെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മീനൻ രാശി എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത്, ആ ഭാഗത്ത് കിണർ വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്റ്റി ടാങ്ക് എവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗത്ത് നമുക്ക് സെപ്റ്റി ടാങ്ക് പണിയാം. അവിടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടോ? തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് എടുക്കല്. അല്ലെങ്കിൽ അത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഭൂമിയുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാർ ഇപ്പം മുന്നുള്ള എല്ലാ എപ്പിസോഡ്സിലും സാർ പറയണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെമഡീസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഈ എലമെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഇപ്പൊ അപൂർവം ചില കേസുകളിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നിടത്തോളം നമ്മൾ അതിന്റെ പ്രശ്നം പറഞ്ഞു കൊടുത്ത് ആൾക്കാരെ കൊണ്ട് മാറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്തു അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. ഇത് കേട്ടോണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നാത്ത ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ടാവും. അത് സാറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് സാറിനെ കൺസൾട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇനിയുള്ള ഡൗട്ട്സും ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. തുടർന്ന് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.